ഹാസ്യം, വില്ലൻ, ശോകം. ശോകം. ഏറ്റവും ഏറ്റവും ഈസി വില്ലനാണ് എന്നെ ആ. സംബന്ധിച്ച്. ഉം. ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി നെഗറ്റീവ് സാധനങ്ങളാണ്. ഉം. ഹാസ്യവും ശോകം എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ബേസിക്കലി ഞാൻ ഇത്ര സ്ട്രോങ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇമോഷണൽ സീൻസ് വരുമ്പോ എനിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. ഇതെങ്ങനെയാണ് കറക്റ്റ് മീറ്റർ. ഞാൻ പണി എന്ന് പറഞ്ഞ സിനിമയില് അതെ. ഡേവി മരിച്ചു കിടക്കുന്ന സമയത്തൊക്കെ എങ്ങനെ പെർഫോം ചെയ്യും, ഏത് ലെവലിൽ കരയണം, ഏത് ലെവലിൽ നമ്മൾ ടഫാണോ, ഇതിന്റെ ഒരു മീറ്റർ ഉണ്ട്. അത് ഹാസ്യമാണെങ്കിലും ഇമോഷൻ ശോകമാണെങ്കിലും അതിനൊരു മീറ്റർ ഉണ്ട്. ആ മീറ്റർ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ ബാക്ക് ഫയർ ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് രണ്ടും. അതെ. അതിന് ശോകം പിന്നെയും ആൾക്കാർ ക്ഷമിക്കും, ഹാസ്യം തീരെ ക്ഷമിക്കത്തില്ല. ഇല്ല. ഹാസ്യം ബാക്ക് ഫയർ ചെയ്താൽ പിന്നെ നമ്മൾ വേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഒരു പടത്തിൽ നമുക്ക് നേരെ ഒരു നല്ല വേഷം കിട്ടി രക്ഷപ്പെടണമെന്നില്ല. ശോകം ഇച്ചിരി പാളിപ്പോയാലും ജനങ്ങൾ അങ്ങ് കണ്ണടക്കി ആ പോട്ടെ. കരയുമ്പോ ചിലരുടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് മാനേജ് ചെയ്ത് രക്ഷപ്പെടാം. പോവാം. ഹാസ്യത്തിൽ ഈ വക ഹാസ്യം പരിപാടികളൊന്നും